എന്താ ചക്കി? എന്താ നീ ഇത്ര നേരത്തെ ഉറങ്ങാൻ കിടന്നത്? ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ചിക്കു. വെറുതെ ഇങ്ങനെ അച്ഛന്റെ നെഞ്ചിൽ തല വെച്ച് കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചു വന്നതാ. അങ്ങനെയാണെങ്കിൽ എനിക്കും അച്ഛന്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കണം. ഞാൻ എന്നും രാത്രി ഇതുപോലെ അച്ഛന്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കാറുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ചിക്കു? സന്തോഷം മാത്രല്ല ചക്കി, എനിക്ക് കുറച്ച് ധൈര്യം സമാധാനവും ഒക്കെ കിട്ടുന്നു. അത് സത്യ ചിക്കു. അമ്മയെന്ന് പറഞ്ഞ സ്നേഹമല്ലേ, അതുപോലെ അച്ഛന്ന് പറഞ്ഞ ധൈര്യമാണല്ലോ. സ്കൂളിൽ മിസ് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അതെ അതെ, അമ്മ എന്താന്ന് വെച്ചാൽ മനുഷ്യരിലെ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അച്ഛൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാൻ പഠിപ്പിക്കും. അങ്ങനെ മിസ് പറഞ്ഞത്. അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, ചോദിച്ചോട്ടെ? എന്താ മോളെ? എന്റെ അമ്മ ആരാ അച്ഛാ? എന്റെ അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത്? എന്റെ അമ്മ കാണാൻ എങ്ങനെയാ? അതെന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. തന്റെ സ്വന്തം അമ്മ ആരാണെന്ന് ചക്കിക്ക് അറിയണമെന്നുള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നേ? അതെ അച്ഛാ, അച്ഛൻ അറിയെങ്കിൽ പറഞ്ഞു തരോ പ്ലീസ്? ആരുടെ കയ്യിൽ നിന്ന് അച്ഛൻ എന്നെ കളഞ്ഞു കിട്ടിയെന്നൊന്ന് പറ അച്ഛാ. ഞാൻ നിന്നെ സ്നേഹത്തോടെയല്ലേ വളർത്തുന്നേ, പിന്നെന്തിനാ നീ അമ്മയെ കുറിച്ച് ചോദിക്കുന്നേ? അത് വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചാ അച്ഛാ. പ്ലീസ് ഒന്ന് പറയച്ച. ഇന്ന് വന്ന ഭാസ്കരങ്ങളില്ലേ, ഭാസ്കരങ്ങളുടെ ഒരു സഹോദരിയുണ്ട്. അവരുടെ മോളാ നീ. അമ്മ എന്നെ എന്തിനാ അച്ഛനെ ഏൽപ്പിച്ചെന്നറിയോ? എന്നോട് അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണോ? അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, നിന്റെ അമ്മയൊരു ദേവതയാ. അതുകൊണ്ടാ നിന്നെ എനിക്കൊരു വരമായി തന്നത്. നിന്നെ എൻ്റെ കൈകളിൽ എടുത്തതിന് ശേഷം എൻ്റെ വേദനയും കഷ്ടപ്പാടും എല്ലാം ആ നിമിഷം ഞാൻ മറന്നു. വീണ്ടും ഒരു മനുഷ്യനെ പോലെ ചിന്തിച്ചു. നിന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ അമ്മ ആരാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഏഞ്ചൽസ് നമുക്ക് വരവല്ലേ തരൂ, കാണാൻ പറ്റില്ലല്ലോ. എന്തു പറ്റിയമ്മേ? എന്നെ കാണാത്തത് കൊണ്ടാണോ വന്നത്? ഞാനും ചക്കിയും ഇന്ന് അച്ഛന്റെ കൂടെ കിടക്കുന്നേ. അച്ഛൻ ഇപ്പൊ നമുക്ക് നല്ലൊരു കഥ പറഞ്ഞു തരുമായിരുന്നു അമ്മേ. മോനെ ചിക്കു, സമയായി, നമുക്ക് പോയി കിടന്നുറങ്ങാം. ഞാൻ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിക്കോളാം അമ്മേ. അമ്മ വേണമെങ്കിൽ ഇവിടെ കിടന്നോ. അമ്മയും ഞാനും ചക്കിയും അച്ഛനും എല്ലാവർക്കും ഒന്നിച്ച് ഇന്ന് ഇവിടെ കിടന്നുറങ്ങാം. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയാലും അവന് സ്പേസ് കൊടുത്തത്. എല്ലാവർക്കും കൂടി ഈ ബെഡിൽ ഉറങ്ങാൻ പറ്റൂല, അതുകൊണ്ട് അമ്മയുടെ റൂമിൽ കിടന്നോട്ടെ. അല്ലെങ്കിൽ ഈ റൂമിൽ കിടന്നാ എനിക്ക് നല്ല പോലെ ഉറങ്ങാൻ പറ്റില്ല ചിക്കു. അതൊന്നും സാരമില്ല അമ്മേ, ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യ്. അങ്ങനെ വാശി പിടിക്കല്ലേ ചക്കി, ഓരോരുത്തരുടെ ഇഷ്ടത്തിനല്ലേ ഉറങ്ങേണ്ടത്. അങ്ങനെയല്ല അച്ഛാ, ഞാനും അമ്മയും അച്ഛൻ്റെ ഒപ്പം കിടക്കുന്നതാ ഞങ്ങൾക്ക് ഇഷ്ടം. അതൊന്നും വേണ്ട ചിക്കു, നമ്മുടെ ഇഷ്ടം പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനൊന്നും ബുദ്ധിമുട്ടില്ലമ്മേ, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ഒരു മുറി കിടന്നുറങ്ങാം. ചക്കി, നമ്മൾ എല്ലാവർക്കും സ്പേസ് കൊടുക്കണം. ആ സ്പേസിലായിരിക്കും അവർ ഹാപ്പി. ചിക്കു, വന്നേ മോനെ, നമുക്ക് നമ്മുടെ മുറിയിൽ പോയി കിടക്കാം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്കിന്ന് അച്ഛന്റെ കൂടെ കിടക്കാനാ ഇഷ്ടം. അമ്മ പോയിക്കോ. ശരി,
ഗുഡ് നൈറ്റ് ചക്കി. ഗുഡ് നൈറ്റ് ചിക്കു. ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ് അമ്മ. ഇന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലവ് ആനിവേഴ്സറി. അമ്മയുടെ മോനെ ഇന്ന് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി ചാരു? ചെറിയമ്മ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ നിക്കണേ. ഈവനിങ് ഞാൻ അമ്മയെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു. ആവശ്യമില്ലാത്ത പണി ചെയ്യുന്നത് എന്തിനാ? ആ, അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. മാത്രമല്ല ഞങ്ങൾ അമ്മയുടെ മരുമകളുടെ ഇടയിലും ചേച്ചി വരണ്ട. ശരി, വിവേക് ഇതുവരെ വന്നില്ലേ? ഇല്ല ചേച്ചി, വിവേകിനെ കാണാൻ വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മോമെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഇപ്പൊ ഈ പൂവെങ്ങാനും കണ്ട അത് മതി. വിവേക് നീ വന്നോ? നിന്നെ കാണാണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അതെന്തിനാ മോം? ഇത്രയും നേരമായിട്ട് അമ്മ ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല, നീ എന്താ വരാൻ ഇത്രയും ലേറ്റ് ആയത്? അത് പിന്നെ ഓഫീസിൽ പണി കുറച്ച് കൂടുതലുണ്ടായിരുന്നു മോം. നിന്റെ കൈ എന്താ നീ പിന്നിൽ കെട്ടി വെച്ചിരിക്കുന്നെ? അതൊന്നുമില്ല മോം. നീ കയ്യിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? എന്തിനാ പിന്നിൽ കെട്ടി വെച്ചിരിക്കുന്നെ? അത് പിന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ മോം? ഒന്ന് കാണിച്ചേ. നിന്റെ രണ്ട് കൈ മുന്നിൽ കാണിക്കുക. ഇത് പിന്നെ എക്സർസൈസ് ആണ് മോം. ഇങ്ങനെ ഡെയിലി ചെയ്താലേ കൈവേദന നന്നായിട്ട് കുറയും. ഫ്രീ ആയിരിക്കുമ്പോ ഇങ്ങനെ ചെയ്യാൻ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു മോം. വിവേക് കയ്യിൽ എന്താന്ന് കാണിക്കുക. സത്യമായിട്ട് വിവേക്, കാണിക്കാനല്ലേ പറഞ്ഞത്? കയ്യിലൊന്നും തന്നെ ഇല്ല മോം. പറയുന്ന ഒന്ന് കേൾക്ക് മോം. നീ എന്തിനാ ഒളിപ്പിച്ചിരിക്കുന്നേ? എന്താ കാണിക്കല്ലേ മോം? മോം ഒന്നുമില്ല മോം. വിവേക് കാണിക്കാനാ പറഞ്ഞേ. എന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു അല്ലേ മോം? ഈ രാത്രി എന്നെ സംശയിച്ചു കളഞ്ഞില്ലേ? നോക്ക്, എന്റെ കയ്യിലിപ്പോ എന്താ ഉള്ളത്? പിന്നെ എന്തിനാ എന്തോ ഒളിപ്പിക്കാനുള്ളത് പോലെ കൈ പിന്നിൽ കെട്ടിവെച്ച്? ഞാൻ പറഞ്ഞതല്ലേ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ശരി, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇവന്റെ ഒരു കാര്യം, മുല്ലപ്പൂ കൊണ്ട് എന്റെ കയ്യിലേക്ക് എറിഞ്ഞു വന്നു. ഇതിപ്പോ മഞ്ചരി കണ്ടെന്ന് തോന്നുന്നു. കണ്ടല്ലെന്താ? മിഥുനേട്ടന്റെ ഭാര്യയ്ക്കല്ലേ മിഥുനേട്ടൻ മുല്ലപ്പൂ കൊടുക്കേണ്ടത്? അതിലിപ്പോ എന്താ തെറ്റ്? മഞ്ചരി നിക്ക്. മഞ്ചരി, മഞ്ചരി
മതിയാക്കാം മിഥുൻ. ഞാൻ എന്താണോ കാണാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ ഞാനിപ്പോ കണ്ടത്. മിഥുന്റെ മനസ്സിൽ വീണ്ടും മേഘനയോട് സ്നേഹം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല മഞ്ജരി, നീ കണ്ടതൊന്നും സത്യമല്ല. മിഥുൻ മേഘനയ്ക്ക് മുല്ലപ്പ് കൊടുത്തത് സത്യമല്ലെന്നാണോ? അത് യാദൃച്ഛികമായി ഉണ്ടായതാ, മനഃപൂർവ്വം ചെയ്തതല്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട മിഥുൻ. ഇപ്പൊ തന്നെ മിഥുൻ എന്നെ ഒരുപാട് കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് വിവേക് ചാരുവിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന മുല്ലപ്പൂവാ. അവൻ ചെറിയമ്മയെ പേടിച്ച് എൻ്റെ കയ്യിലേക്ക് തന്നതാ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വെറുതെ മേഘനയ്ക്ക് കൊടുത്തുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മേഘനയുടെ കയ്യിൽ നിന്ന് ആ പൂ വാങ്ങി തിരിച്ച് വിവേകിനെ ഏൽപ്പിക്ക്. കൊടുത്ത പൂവ് തിരിച്ചു വാങ്ങുന്നത് ശരിയാണോന്ന് ഇനി എനിക്കൊന്നും കേക്കണ്ട. മുല്ലപ്പൂ തിരിച്ചു വാങ്ങിക്കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. മോളെ, എന്താ വേണ്ടത്? എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ലവ് ആനിവേഴ്സറി നമ്മുടേതാ, ഗിഫ്റ്റും എനിക്കുള്ളതാ. വലിയ നെക്ലസ് എന്തോ വാങ്ങിച്ചോണ്ട് വരുമെന്ന് വിചാരിച്ചപ്പോ മുല്ലപ്പൂവും കൊണ്ട് വന്നിരിക്കുന്നു. ശരി, അതെങ്കിലും കൊണ്ടുവന്നല്ലോ എന്ന് വിചാരിച്ചപ്പോ അതും കയ്യിലില്ല. അമ്മയെ കണ്ട് പേടിച്ച് അതെടുത്ത് എറിഞ്ഞിട്ട് വന്നേക്കുന്നു. ഞാൻ എറിഞ്ഞൊന്നുമല്ല, വല്യേട്ടനെ ഏൽപ്പിച്ചതാ. സോറി ചാരു, നിന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മോമിനോടുള്ള ബഹുമാനം കൊണ്ടാ. സ്വന്തം ഭാര്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങി കൊടുക്കുന്നതില് അമ്മയുടെ ബഹുമാനം കുറയുന്നത് എങ്ങനെയാ? അതല്ല ചാരു, മോമിന് ഇതൊന്നും തീരെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അതെന്താ? വിവേകിന്റെ അച്ഛൻ ഇതുവരെ അമ്മയ്ക്ക് മുല്ലപ്പൂ വാങ്ങി കൊടുക്കാത്തത് കൊണ്ടാണോ? ഇപ്പൊ നിനക്ക് മുല്ലപ്പൂ വേണം, അത്രയല്ലേ ഉള്ളൂ കാര്യം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അതിന്റെ ആവശ്യമില്ല. ഇനി വിവേകിന് എന്നാണോ അമ്മയുടെ മുമ്പിൽ വെച്ച് ധൈര്യത്തോടെ എന്റെ തലയിൽ മുല്ലപ്പൂ വെച്ച് തരാൻ പറ്റുന്നത്, അന്ന് എനിക്ക് മുല്ലപ്പൂ വാങ്ങിയാ മതി. അതുവരെ എനിക്ക് ഒരു സാധനവും വാങ്ങി തരണ്ട. ചാരു നിക്ക്, ചാരു. ഛേ, ഇനി ഞാൻ ചാരുവിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാനാ? എന്താ ഈ സമയത്ത് ഇവിടെ വന്നത്? അതിങ്ങ് തന്നേരെ. എന്ത്? നേരത്തെ ഞാൻ നിനക്ക് തന്നില്ലേ? ഓ, മുല്ലപ്പൂവിന്റെ കാര്യ? അത് തന്നെ, ഇങ്ങിതാ. പറ്റില്ല. അത് നിനക്കുള്ള പൂവല്ല. മിഥുനേട്ടൻ എനിക്ക് തന്ന പിന്നെ അത് എന്റേതല്ലേ? അത് നിന്റെ അനിയത്തിക്ക് വിവേക് വാങ്ങിക്കൊണ്ട് വന്നതാ. കാര്യം കാരണമൊന്നും എനിക്ക് അറിയണമെന്നില്ല. മിഥുനേട്ടൻ അത് എനിക്ക് തന്നതാ, അതുകൊണ്ട് ഞാനത് എടുത്ത് തലയിൽ വെച്ചു. അല്ല, ഈ നട്ടപ്പാതിരിക്ക് എന്തിനാ പൂ വയ്ക്കുന്നേ? എത്ര രാത്രിയായാലും പൂ വാങ്ങുന്നത് തലയിൽ വെക്കാനല്ലേ? നോക്ക് മിഥുനേട്ടാ, മിഥുനേട്ടൻ കിട്ടിയ താലിയാണെങ്കിലും എന്റെ കൈ തന്ന പൂവാണെങ്കിലും എന്തായാലും ശരി, ഒന്നും തിരിച്ചു തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മിഥുനേട്ടൻ എന്റെ സ്വന്തമാണ്. മിഥുനേട്ടൻ എനിക്ക് തരുന്നതും എന്റെ സ്വന്തമാണ്. കുട്ടികള് മുകളിൽ കിടന്നുറങ്ങിയല്ലോ, നമുക്ക് ഇവിടെ കിടന്നുറങ്ങിയാലോ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ചക്കി, ചക്കി എന്താ ഇത്ര നേരായിട്ട് എഴുന്നേക്കാത്തെ? ചക്കി എഴുന്നേക്ക്, സ്കൂളിൽ പോവാൻ ടൈമായി. എഴുന്നേക്ക് ചക്കി. അമ്മേ, അമ്മേ. എന്തു പറ്റി ചിക്കു? ചക്കിക്ക് എന്തോ. ചക്കി, ചക്കി മോളെ, ചക്കി എഴുന്നേക്ക്. ചക്കി, ചക്കി മോളെ കണ്ണു തുറക്ക്. ചക്കി. അയ്യോ, ശരീരം ചുട്ടുപൊള്ളുന്നുണ്ടല്ലോ. ചക്കി, എന്താ അവൾക്ക് ഇപ്പൊ പെട്ടെന്ന് പനി വരാൻ? രാത്രി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ചക്കിമോളെ, ചക്കിമോളെ എഴുന്നേക്ക്. ചരു, നീ പോയിട്ട് വെള്ളവും തുണി എടുത്തോണ്ട് വാ. ചക്കി. ശരി ചേച്ചി. നിന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചക്കയായിട്ട് തന്നെ നിനക്കൊരു അവസരം തന്നിരിക്കാം മഞ്ജരി. അതെ ആന്റി,
ഈ അവസരം നമ്മൾ മുതലാക്കിയേ പറ്റൂ. ഇന്നലെയും കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന കുട്ടിയാ. എത്ര പെട്ടെന്ന് പനി വരാൻ എന്താ കാര്യം? ചക്കി ഇത്ര സന്തോഷത്തിലൊന്നും ആയിരുന്നില്ല. നല്ല ടെൻഷനും വിഷമവും ഉണ്ടായിരുന്നു. ചക്കി എന്താലോചിച്ചിട്ട് അത്രയും ടെൻഷൻ അടിച്ചത്? അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ വേണ്ടി ഇന്നലെ മുഴുവൻ ചക്കി നല്ല വിഷമത്തിലായിരുന്നു. അതായിരുന്നു വിഷയം. അതുകൊണ്ടായിരിക്കും ചക്കിക്ക് ഇപ്പൊ പനി വന്നത് മിഥുൻ. ഇതിനൊക്കെ കാരണക്കാരി ഈ നിൽക്കുന്ന പുണ്യവതി തന്നെയാ. ഞാൻ എന്ത് ചെയ്തെന്നാ മഞ്ജരി? നീ ഒന്നും ചെയ്തിട്ടില്ല. നീ ചക്കിയെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. സ്കൂളിൽ പോവാൻ അവളെ റെഡിയാക്കിയില്ല. സ്നേഹത്തോടെ വിളിച്ചിരുത്തി ഫുഡ് കൊടുത്തില്ല. അതിനും ഈ പനിക്ക് തമ്മിൽ എന്ത് ബന്ധമുള്ളത് മോം? എല്ലാ കാര്യത്തിനും വെറുതെ ഏട്ടത്തെ കുറ്റം പറയുന്നത് എന്തിനാ? അതുമായിട്ട് ബന്ധമുണ്ട് വിവേക്. ഇന്നലെ മേഘന ചക്കിയുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് ചക്കി ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഒരു പനി വരാനും വഴിയില്ല. പക്ഷെ ചക്കിയുടെ അമ്മയെ കുറിച്ച് രാത്രി അച്ഛനോട് സംസാരിച്ചതാ. അത് കഴിഞ്ഞപ്പോ ചക്കിയുടെ ടെൻഷനൊക്കെ മാറി. ചക്കിയുടെ ടെൻഷൻ തീർന്നെന്നുള്ളത് ശരിയായിരിക്കും. പക്ഷെ സ്വന്തം അമ്മയില്ലെന്നുള്ള വിഷമം ഒരിക്കലും മാറില്ലല്ലോ. അമ്മയില്ല എന്നുള്ള വിഷമം ആലോചിച്ചിട്ടായിരിക്കും ഇന്ന് ഇങ്ങനെ പനി പിടിച്ചു കിടക്കുന്നത്. ഇന്നലെ വരെ മിഥുൻ ചക്കിയെ അമ്മയില്ലാത്ത വിഷമം അറിയിക്കാതെയാ സ്നേഹിച്ച് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നലെ ഈ മേഘനയുടെ ശ്രദ്ധ കുറവുണ്ട്. ഇത്ര നാളും മിഥുൻ കഷ്ടപ്പെട്ടതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ ആയി പോയില്ലേ വിവേക്? എന്നാലും എന്നും ഏട്ടത്തി തന്നെയല്ലേ ചക്കയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നേ? വിവേക്, ഒരു പാത്രം നിറച്ചും പാലുണ്ട്. അതിലൊരു തുള്ളി വിഷം വീണാലും ആ പാലില് മുഴുവനും വിഷം കലരും. ചക്കി ഒരു ചെറിയ കുട്ടിയല്ലേ. ഒരു നിമിഷം മതി അവളുടെ മനസ്സ് വിഷമിക്കാൻ. അവക്ക് അവളുടെ സ്വന്തം അമ്മ വേണമെന്ന് തോന്നിപ്പോയില്ലേ? മിഥുൻ നൽകിയ സ്നേഹവും വാത്സല്യവും ഈ മേഘന കാരണം ഒരു വിലയില്ലാതായി. അതുകൊണ്ടാ ചക്കിക്ക് ഇപ്പൊ പനി വന്നത്. ഇതിന്റെയൊക്കെ ഉത്തരവാദി ഇവളാണ് മിഥുൻ. വിവേക്, ഡോക്ടർ വേഗം വിളിക്കേ. ശരി വില്ലേട്ടാ. ഇങ്ങത്താ. അടുത്ത പ്ലാൻ എന്താണാവോ? ദൈവം നമ്മുടെ കൂടെയാണ് ആന്റി. അതുകൊണ്ടല്ലേ നമുക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയത്. ഇന്ന് തന്നെ നമുക്ക് മേഘനയെ പെർമനന്റ് ആയിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയണം. അതിനെ ഇങ്ങനെ ചെയ്യാനാ? ചക്കിക്ക് ഇപ്പൊ പനി വന്നതിന് കാരണം മേഘന മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ മിഥുന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷം കുത്തിവെച്ചില്ലേ. ചക്കിയുടെ പനി മാറുന്നത് വരെ മേഘന ചക്കിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് മേഘനയെ നമ്മൾക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. കുറച്ചു നേരമെങ്കിലും അവളെ ചക്കിയുടെ അടുത്തുനിന്ന് മാറ്റിയാൽ മതി.